ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 27-ാം ദിവസം നോമ്പ് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. വേദഭാഗം വായിക്കട്ടെ. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിന് വേലി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരെ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു. മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഉപമ ഏവർക്കും പരിചയമെങ്കിലും ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൻ്റെ സംരക്ഷണത്തിനും സംസ്കരണത്തിനും മേൽനോട്ടത്തിനും വേണ്ടിയതെല്ലാം ചെയ്ത ശേഷം തോട്ടം പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പോയി എന്നത് സംഭവ്യമാണ്. ഇക്കാര്യം തൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ല. കാരണം ഇതെല്ലാം, അതായത് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുക, പാട്ടത്തിന് കൊടുക്കുക, ദൂരദേശത്തേക്ക് യാത്ര പോവുക മുതലായതെല്ലാം ആ സമൂഹത്തിലെ സാധാരണ സംഭവങ്ങളാണ്. എന്നാൽ അസാധാരണമായ ഒന്ന് അവിടെ സംഭവിച്ചെന്ന് പിന്നീട് പറയുന്നു. ഫലകാലം സമീപിച്ചപ്പോൾ തൻ്റെ വിഹിതം വാങ്ങേണ്ടതിനായി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചപ്പോൾ ആ കുടിയാന്മാർ ദാസന്മാരോട് ക്രൂരമായി പെരുമാറി. ഈ ഉടയവൻ പിന്നീട് കൂടുതൽ ദാസന്മാരെ അയച്ചപ്പോൾ അവരോടും കുടിയാന്മാർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ ഉടയവൻ വളരെ പ്രതീക്ഷയോടെ തൻ്റെ പുത്രനെ അയച്ചു. എന്നാൽ അവനെ കണ്ടപ്പോൾ അവൻ്റെ അവകാശം സ്വന്തമാക്കുന്നതിനായി ആ കുടിയാന്മാർ അവനെ തോട്ടത്തിന് പുറത്ത് വെച്ച് കൊന്നുകളഞ്ഞു. നോമ്പ് ചിന്തയ്ക്കായി ഈ ഭാഗത്തിൽ നിന്നും പ്രധാനമായി 2 പാഠങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും പഠിക്കാൻ കഴിയുന്നത്. ഒന്നാമതായി, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, എന്നാൽ എന്നും ക്ഷമിക്കുകയില്ല. എഫേസ്യർ 1:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. യോഹന്നാൻ 15:8 പറയുന്നത് പോലെ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. റോമർ 7:4 പറയുന്നു, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മറ്റൊരുവൻ്റെ അധികാരത്തിൽ കീഴിൽ ആയിരിക്കുന്നു. ഫലകാലം വരെ അവൻ കാത്തിരിക്കുന്നു. തൻ്റെ ദാസന്മാരിലൂടെ ദൈവം തൻ്റെ വിഹിതം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ഫലം കൊടുക്കാതെ ദൈവദാസന്മാരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ദൈവപുത്രനെ നിരസിക്കുകയും ചെയ്യുന്നവർ വലിയ ശിക്ഷയ്ക്ക് വിധേയരാകും. എബ്രായർ 10:29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. കാരണം മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവം നമുക്ക് ഒരു നിശ്ചിതമായ സമയം നൽകും, നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മെ സ്വയം നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മുടെ കുറ്റബോധം ഏറ്റുപറയുന്നതിൽ നിന്നും. എന്നാൽ ഒരു കാലം വരെ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കും. ആ കാലയളവ് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഫലം കഴിക്കുന്ന ജനത്തിന് നമ്മുടെ പദവിയും നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന മിഷനും എല്ലാം
ദൈവം മാറ്റിക്കളയും. രണ്ടാമതായി, താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സില്ലെങ്കിൽ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സുള്ളവരെ അവൻ തൻ്റെ ജനമാക്കും. തൻ്റെ കൃപ നിമിത്തമുള്ള മഹത്വം അന്ന് ഇസ്രായേൽ നിമിത്തം ദൈവത്തിന് ലഭിച്ചെങ്കിൽ ഇന്ന് സഭ മുഖാന്തരം ലഭിക്കുന്നു. റോമർ 11:17 പറയുന്നത് പോലെ, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നിലനിന്നില്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഈ നോമ്പുകാലത്ത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് പോലെ കേവലം എല്ലാ നോമ്പുകാലത്തും നമ്മൾ സ്വയം ശുദ്ധീകരിക്കാനും എല്ലാം സമയമെടുക്കുമ്പോൾ, വെറും ഒരു ആചാരമായി ഇതിനെ കാണുമ്പോൾ ഓർക്കുക, ദൈവം നമ്മെ തന്നിരിക്കുന്ന ഈ വിലയേറിയ സമയം നമ്മൾ ആ പിതാവിന് വേണ്ടി ചെലവഴിക്കുവാനും അവനോട് കൂടെ ചേർന്ന് പരിജ്ഞാനവും എല്ലാം നേടുവാനും നമ്മൾ വിനിയോഗിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശോധന, ആ ഒരു ശുദ്ധീകരണമാണ് പുറമേ ഉള്ള നമ്മളെ കാണിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുവർണ ജീവിതം വെറും വഴക്കിനും നിസ്സാരമായ കാര്യത്തിനും കളയുന്നതിന് പകരം മറ്റൊരുവനിൽ നമ്മളെ കാണുവാനും ദൈവത്തെ കാണുവാനും സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നതിൻ്റെ ആ ഒരു സ്രോതസ്സാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് ഈ സമയത്തെ വിനിയോഗിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയിലൂടെ അങ്ങയുടെ വലിയ കൃപയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അർഹതപ്പെട്ടതാണെന്ന് കരുതാതെ അങ്ങയുടെ കൃപയാൽ ലഭിക്കുന്ന സമ്മാനങ്ങളാണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കാൻ എന്നെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ട് അസൂയപ്പെടാതെ അങ്ങയുടെ നീതിയിലും കരുതലിലും വിശ്വാസമർപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ, അത് എത്ര നേരത്തായാലും വൈകിയായാലും, അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തയോടെ പണിയെടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ വിളിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.